നമസ്കാരം, കലാകൗമുദി ഓൺലൈനിലേക്ക് സ്വാഗതം. പ്രശസ്ത ഗായകൻ യേശുദാസിനെ ഗുരുവായൂർ അമ്പലത്തിൽ കയറ്റി തൊഴുവിക്കണമെന്നാവശ്യപ്പെട്ടിരിക്കുകയാണ് ശിവഗിരി മഠാധിപതി സ്വാമി സച്ചിദാനന്ദ. എന്തുകൊണ്ടായിരിക്കും ശിവഗിരി മഠം ഇപ്പോൾ ഇത്തരത്തിലൊരു ആവശ്യം ഉന്നയിച്ച് മുന്നോട്ട് വന്നത്? ഇതിനു മുമ്പ് എല്ലാ അമ്പലങ്ങളിലും വിശ്വാസികളെ ഷർട്ടിട്ട് കയറാൻ അനുവദിക്കണമെന്ന ആവശ്യവുമായി സ്വാമി സച്ചിദാനന്ദ രംഗത്ത് വരികയും മുഖ്യമന്ത്രി പിണറായി വിജയൻ അതിന് അനുകൂലമായ പ്രസ്താവന പുറപ്പെടുവിക്കുകയും എന്നാൽ അതിനെതിരെ NSS ജനറൽ സെക്രട്ടറി G സുകുമാരൻ നായർ രംഗത്ത് വരികയും ചെയ്ത ഒരു അവസ്ഥാവിശേഷം ഉണ്ടായിരുന്നു. അതിനുശേഷമാണ് പ്രശസ്ത ഗായകൻ KJ യേശുദാസിനെ ഗുരുവായൂർ അമ്പലത്തിൽ കയറ്റി തൊഴുവിക്കണമെന്ന ആവശ്യവുമായി സ്വാമി സച്ചിദാനന്ദ രംഗത്തെത്തിയത്. KJ യേശുദാസിനെ ഗുരുവായൂർ അമ്പലത്തിൽ പ്രവേശനം നിഷേധിച്ചത് ഒരു കാലത്ത് വലിയ വാർത്തയായിരുന്നു. 1970-കളിലെ ആദ്യം അദ്ദേഹത്തിൻ്റെ ഗുരുനാഥനായ ചെമ്പൈ വൈദ്യനാഥ ഭാഗവതരോടൊന്നിച്ച് ഗുരുവായൂരിലെത്തിയ KJ യേശുദാസിനെ അമ്പലത്തിനുള്ളിൽ കയറാൻ ക്ഷേത്ര അധികാരികൾ അനുവദിച്ചില്ല. ഇതേ തുടർന്ന് അദ്ദേഹത്തിന് പുറത്തു നിൽക്കേണ്ടി വന്നു എന്നാണ് പറയുന്നത്. എന്നാൽ അതിനുശേഷം ഗുരുവായൂർ ക്ഷേത്രത്തിൽ കയറണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടിട്ടുമില്ല. എന്നാൽ ഇപ്പോൾ ഇത്തരത്തിലൊരു ആവശ്യവുമായി ശിവഗിരി മഠം രംഗത്ത് വരാൻ കാരണമെന്താണ്? അതിന് മറ്റൊരു രാഷ്ട്രീയ വശമുണ്ട്, അല്ലെങ്കിൽ മറ്റൊരു സാമൂഹിക രാഷ്ട്രീയ ചലനം കൂടി അതിൻ്റെ പിന്നിലുണ്ട്. BJPയും RSSും ഈഴവ സമുദായത്തിനുള്ളിൽ വേരുപടർത്തുന്നു എന്ന ആരോപണം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് തന്നെ ഉയർന്നതാണ്. അതിൽ സത്യവുമുണ്ടായിരുന്നു. പല ഈഴവ കേന്ദ്രങ്ങളിലും RSSും BJPയും അതിശക്തമായി വേരോട്ടം നടത്തുകയും അതിനോടനുബന്ധിച്ച് CPMൻ്റെ വോട്ട് ബാങ്കുകളിൽ വലിയൊരു തിരിച്ചടി ഉണ്ടാവുകയും ചെയ്തു, അല്ലെങ്കിൽ വലിയൊരു ചോർച്ച ഉണ്ടാവുകയും ചെയ്തു. CPMൻ്റെ പരമ്പരാഗത വോട്ട് ബാങ്കുകളെല്ലാം, പ്രത്യേകിച്ച് ഈഴവ സമുദായത്തിന് നിർണായക സ്വാധീനമുള്ള കേരളത്തിലെ പല ഭാഗത്തുമുള്ള വോട്ട് ബാങ്കെല്ലാം BJPയിലേക്ക് കൂടുമാറുന്ന ഒരു അവസ്ഥാവിശേഷമുണ്ടായി. ഇത് CPMൻ്റെ അടിത്തറ തകർക്കുമെന്ന ഘട്ടമെത്തിയപ്പോഴാണ് CPM നേതൃത്വവും പിണറായി വിജയനും ശിവഗിരി മഠത്തിൻ്റെ സഹായം തേടിയത്. അങ്ങനെയാണ് മതപുനരുദ്ധാനം അല്ലെങ്കിൽ മതനവീകരണം എന്നൊക്കെ പറഞ്ഞ് അമ്പലത്തിൽ ഷർട്ടിട്ട് കയറണം, KJ യേശുദാസിനെ ഗാനഗന്ധർവൻ KJ യേശുദാസിനെ ഗുരുവായൂർ അമ്പലത്തിൽ പ്രവേശിപ്പിക്കണം, ഇത്തരം ആവശ്യങ്ങളെല്ലാം ശിവഗിരി മഠം ഉയർത്താൻ തുടങ്ങിയത്. ഇതോടെ ഇക്കാര്യത്തിൽ വലിയൊരു ചർച്ച ഉണ്ടാവുകയും ചെയ്തു. BJPയും RSSും ഹൈന്ദവ ഏകീകരണം നടത്തുകയും ഹൈന്ദവ ഏകീകരണത്തിൻ്റെ ഭാഗമായി ഈഴവ സമുദായം കൂടുതൽ BJPയോടും RSSനോടും അടുക്കുന്ന ഒരു ഘട്ടം വരികയാണെങ്കിൽ അത് CPMൻ്റെ അടിവേര് തോണ്ടുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. അത് CPM നേതാക്കൾക്ക് എല്ലാവർക്കും അറിയാം, പ്രത്യേകിച്ച് പിണറായി വിജയൻ അറിയാം. അപ്പോൾ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒരു ഹൈന്ദവ ഏകീകരണം ഉണ്ടാവുകയും അതിനോടൊപ്പം ഈഴവ സമുദായം ചേരുകയും ചെയ്താൽ CPMന് മൂന്നാം ഭരണം, അല്ലെങ്കിൽ പിണറായിക്ക് മൂന്നാം ഭരണം എന്ന സ്വപ്നം നിറവേറ്റാൻ കഴിഞ്ഞൊന്നും വരില്ല. അപ്പോൾ ശിവഗിരി മഠത്തെയും SNDP യോഗത്തെയും കൃത്യമായി ഉപയോഗിച്ചുകൊണ്ട് ആ ഹൈന്ദവ ഏകീകരണത്തിൻ്റെ ആക്കം കുറയ്ക്കുക എന്ന തന്ത്രമാണ് ഇപ്പോൾ ശിവഗിരി മഠവും SNDP യോഗവും കൈക്കൊള്ളുന്നതെന്നാണ് ചില BJP നേതാക്കൾ രഹസ്യമായി പറയുന്നത്. കാരണം പിണറായി വിജയന് ശക്തമായ സ്വാധീനം ശിവഗിരി മഠത്തിലും SNDP യോഗത്തിലൊക്കെ ഉണ്ടെന്നാണ് പറയപ്പെടുന്നത്. അതാണ് ഇത്തരത്തിലൊരു നീക്കം ശിവഗിരി മഠത്തിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകാൻ കാരണമെന്നും ചില BJP നേതാക്കളും കോൺഗ്രസ് നേതാക്കളും പറയുന്നുണ്ട്. കോൺഗ്രസും ഇക്കാര്യത്തിൽ വളരെയേറെ ഭയക്കുന്നുണ്ട്. എന്നാൽ ശിവഗിരി മഠമാവട്ടെ ഇതിനെക്കുറിച്ചൊന്നും പ്രതികരിക്കാൻ തയ്യാറായിട്ടെന്ന് മാത്രമല്ല, തങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയ, തങ്ങൾ തുടങ്ങി വെച്ച നവോത്ഥാന പ്രക്രിയയുടെ ഏറ്റവും ഉദാത്തമായ വശമാണ് ഇതെല്ലാമെന്നും അത്തരം നവോത്ഥാന പ്രക്രിയയുമായി ഇനിയും മുന്നോട്ട് പോകുന്നുവെന്നാണ് മഠം അധികൃതരും ശിവഗിരി മഠം സന്യാസിമാരും എല്ലാം പറയുന്നത്. കാരണം ഇതൊന്നും രാഷ്ട്രീയമല്ല, മഠത്തിന് രാഷ്ട്രീയമില്ല, ശിവഗിരി മഠത്തിന് രാഷ്ട്രീയമില്ല. തങ്ങളിത് തങ്ങളുടെ സാമൂഹ്യ ബാധ്യതയായി, സാമൂഹ്യ നവോത്ഥാനത്തിൻ്റെ ഭാഗമായി മുന്നോട്ട് കൊണ്ടുപോകുന്നു എന്നാണ് ശിവഗിരി മഠം ഇതിനെക്കുറിച്ച് പറയുന്നത്. എങ്കിൽ തന്നെയും CPMൻ്റെയും പിണറായി വിജയൻ്റെയും സ്വാധീനം ഇത്തരം കാര്യങ്ങൾക്ക് പിന്നിലാണ്, അല്ലെങ്കിൽ ശിവഗിരി മഠത്തിൻ്റെ ഇത്തരം നടപടികൾക്ക് പിന്നിൽ ഉണ്ട് എന്നുള്ള ചില സൂചനകൾ BJP നേതാക്കളും കോൺഗ്രസ് നേതാക്കളും നൽകുന്നുണ്ട്. ഏതായാലും ഹൈന്ദവ ഏകീകരണം വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകരുത് എന്ന നിർബന്ധം CPMനുണ്ട്. അതിന് ആരെയൊക്കെ ഉപയോഗിക്കാൻ പറ്റുമോ അവരെ എല്ലാം CPM നന്നായിട്ട് ഉപയോഗിക്കും എന്ന ചിത്രമാണ് ഇതിലൂടെ വ്യക്തമാകുന്നത്.